നമസ്കാരം. മണി ന്യൂസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോട്ട് സാധുവാക്കലിന് ശേഷമുള്ള ആദ്യ കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1 ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിക്കും. വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ജനപ്രിയ ബജറ്റാകുമോ അദ്ദേഹം അവതരിപ്പിക്കുക? അല്ലെങ്കിൽ സാമ്പത്തിക അടിത്തറ സുശക്തമാക്കുന്ന നിർദ്ദേശങ്ങളാകുമോ ബജറ്റിൽ ഉണ്ടാവുക? ബിഗ് സ്റ്റോറിയിലേക്ക്. പ്രതീക്ഷകൾക്കും ആശങ്കകൾക്കുമിടയിൽ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി തൻ്റെ 4ാമത്തെ പൊതുബജറ്റ് ഫെബ്രുവരി 1 അവതരിപ്പിക്കും. ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് ഇപ്രാവശ്യത്തെ ബജറ്റ് അവതരണം. ബജറ്റ് അവതരണത്തിൻ്റെയും പാസാക്കുന്നതിൻ്റെയും സമയക്രമത്തിലെ മാറ്റമാണ് ഇവയിൽ പ്രധാനപ്പെട്ടത്. ഇതുപ്രകാരം ഫെബ്രുവരി അവസാന വാരത്തിന് പകരം മാസത്തിലെ ആദ്യ ദിനമാണ് ബജറ്റ് അവതരണം. അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബജറ്റിന് അംഗീകാരവും നൽകും. ബജറ്റ് വിഹിതം ചെലവഴിക്കുന്നതിനുള്ള കാലതാമസം ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായാണ് സമയക്രമത്തിലുള്ള ഈ മാറ്റം. റെയിൽവേ ബജറ്റ് നിർത്തലാക്കിയതിനു ശേഷമുള്ള ആദ്യ ബജറ്റ് എന്ന പ്രത്യേകതയും ഇപ്രാവശ്യത്തെ പൊതുബജറ്റിനുണ്ട്. അവതരണം കൊണ്ട് തന്നെ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ പൊതുബജറ്റ് പൊതുജനങ്ങൾക്ക് എത്രത്തോളം പ്രയോജനകരമാകുമെന്നാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. ചോദ്യത്തിന് കാരണമുണ്ട്. കഴിഞ്ഞ നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പിലാക്കിയ നോട്ട് അസാധുവാക്കലാണ് കാരണം. കള്ളപ്പണത്തിനും കള്ളനോട്ടിനും ഭീകരവാദത്തിനും എതിരായി നടപ്പിലാക്കിയ നോട്ട് അസാധുവാക്കൽ സാധാരണ ജനങ്ങൾക്ക് വലിയ തോതിൽ അസൗകര്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഹ്രസ്വകാല അസൗകര്യങ്ങൾ ദീർഘകാല നേട്ടങ്ങൾക്ക് വഴിമാറുമെന്നും സർക്കാർ നടപടിയിലൂടെ ഗുണം കിട്ടാൻ പോകുന്നത് സാധാരണക്കാർക്കാണെന്നുമായിരുന്നു സർക്കാരിൻ്റെ വാദം. ഈ സാഹചര്യത്തിൽ നോട്ട് അസാധുവാക്കൽ നടപടി വിജയമായിരുന്നുവെന്നുകൂടി അവകാശപ്പെട്ട സർക്കാരിൽ നിന്ന് പൊതുജനങ്ങൾ ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പ്രതീക്ഷകൾക്കൊപ്പം ജെയ്റ്റ്ലിക്ക് ഉയരാൻ കഴിയുമോ? എല്ലാ കൊല്ലവും എല്ലാവർക്കും ബജറ്റ് എക്സ്പെക്റ്റേഷൻ. സാധാരണക്കാരനാണ് ഏറ്റവും കൂടുതൽ, അവൻ്റെ കീശയിലാണല്ലോ ഈ കാശൊന്നും ഇല്ലാതെ. ഇപ്പോൾ ഈ ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വേറെയുണ്ട്. ഡിമോണിറ്റൈസേഷൻ്റെ വേറൊരു എഫക്റ്റ് എന്ന് വെച്ചാൽ ശമ്പളക്കാരന് സേവ് ചെയ്യാൻ പറ്റുന്നില്ല, സേവ് ചെയ്യണമെങ്കിൽ പണം പിൻവലിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. നോട്ട് അസാധുവാക്കലിലൂടെ നികുതി വരുമാനം കൂടിയെന്നാണ് ജെയ്റ്റ്ലിയുടെ അവകാശവാദം. ഇത് നോട്ട് അസാധുവാക്കലിൻ്റെ നേട്ടമായി ജെയ്റ്റ്ലി ഉയർത്തിക്കാട്ടുന്നുമുണ്ട്. ഈ വർധനവ് നേട്ടമാണെങ്കിലും നോട്ട് അസാധുവാക്കലിലൂടെ ഉണ്ടായ വളർച്ചാ മുരടിപ്പെന്ന യാഥാർത്ഥ്യവും സർക്കാരിന് മുന്നിലുണ്ട്. രൂപയുടെ വിലത്തകർച്ചയും ജെയ്റ്റ്ലി നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. ഇതിനിടയിൽ നിന്ന് വേണം എല്ലാ വിഭാഗത്തെയും തൃപ്തിപ്പെടുത്തുന്ന, എല്ലാ മേഖലയുടെയും വളർച്ച ഉറപ്പുവരുത്തുന്ന പ്രഖ്യാപനങ്ങൾ ജെയ്റ്റ്ലിക്ക് നടത്തേണ്ടത്. നികുതി ഘടനയിലെ മാറ്റമാണ് ജെയ്റ്റ്ലിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാന പ്രഖ്യാപനം. ആദായ നികുതി പരിധി 2.5 ലക്ഷത്തിൽ നിന്ന് ഉയർത്തണമെന്ന ആവശ്യം ശക്തമാണ്. പരിധി 4 ലക്ഷമാക്കുന്നതിനോടൊപ്പം വിവിധ സ്ലാബുകളിലെ നികുതി നിരക്കുകൾ പരിഷ്കരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. 3 ലക്ഷം രൂപ വരെ ബേസിക് എക്സെപ്ഷൻ, ഒരു 50,000 രൂപ വെച്ചിട്ട്. അതായത് ഇപ്പോൾ സാധാരണക്കാരന് 2.5 ലക്ഷം, സീനിയർ സിറ്റിസന് 3 ലക്ഷം, സൂപ്പർ സീനിയർ 80 വയസ്സ് കഴിഞ്ഞാൽ 5 ലക്ഷം. ഇതാണ് ബേസിക് എക്സെപ്ഷൻ. ഇതിലെല്ലായിടത്തും 50,000 രൂപ വെച്ച് കൂട്ടിയാൽ കുറേ പേർക്ക് വളരെയധികം പ്രയോജനം കിട്ടും. നോട്ട് അസാധുവാക്കലിൽ ദുരിതമനുഭവിക്കുന്ന പൊതുജനത്തെ സന്തോഷിപ്പിക്കാൻ ഉതകുന്ന പദ്ധതികളാണ് ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രഖ്യാപനം. നിർണായകമായ ഉത്തർപ്രദേശ് ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ജനപ്രിയ പദ്ധതികളുടെ പ്രഖ്യാപനം സുനിശ്ചിതമാണ്. തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായി പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് ജെയ്റ്റ്ലിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കുണ്ട്. ഗ്രാമീണ മേഖലയ്ക്ക് ബജറ്റ് കൂടുതൽ ഊന്നൽ നൽകും. കൃഷിക്കാർ, പാവപ്പെട്ടവർ, ചെറുകിട വ്യാപാരികൾ, സ്ത്രീകൾ എന്നിവർക്ക് ബജറ്റിൽ പ്രാതിനിധ്യം ലഭിക്കും. ഏകീകൃത നികുതിയായ ചരക്കു സേവന നികുതി നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതി രേഖ ബജറ്റിൽ പ്രഖ്യാപിക്കും. അടുത്ത സാമ്പത്തിക വർഷം മുതൽ ചരക്കു സേവന നികുതി നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ്. ജൂലൈ 1 മുതൽ രാജ്യത്ത് ഏകീകൃത പരോക്ഷ നികുതിയായ GST നടപ്പിലാക്കാനാണ് സർക്കാർ ആലോചന. നേരത്തെ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കമായ ഏപ്രിൽ 1 മുതൽ രാജ്യത്ത് GST നടപ്പിലാക്കാനായിരുന്നു സർക്കാർ തീരുമാനം. എന്നാൽ GST കൗൺസിലിനുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം സമയം കിട്ടാൻ സർക്കാർ നിർബന്ധിതമായി. സെപ്റ്റംബറിലേക്ക് മാറാം എന്നൊക്കെ അനൗപചാരികമായിട്ട് വൃത്തങ്ങളിൽ വർത്തമാനമുണ്ട്. പക്ഷേ ഏപ്രിൽ മുതൽ തുടങ്ങുന്നതിന് തടസ്സമൊന്നും ഞാൻ കാണുന്നില്ല. കാരണം അടുത്ത യോഗത്തിൽ ഒരു ധാരണയിലേക്ക് വരും. കേന്ദ്ര സർക്കാർ സ്വല്പം വളയണമെന്നുള്ളൂ. നോട്ട് രഹിത സമ്പദ് വ്യവസ്ഥയാണ് ബജറ്റിൽ ഇടം പിടിക്കുന്ന മറ്റൊരു പ്രധാന മേഖല. നോട്ട് അസാധുവാക്കലിലൂടെ രാജ്യത്തെ നോട്ട് രഹിതമാക്കാനുള്ള പ്രക്രിയ കേന്ദ്ര സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി ഡിജിറ്റൽ ഇടപാട് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ ഇടക്കാലത്തേക്ക് ചില ഇളവുകൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായി ഡിജിറ്റൽ ഇടപാട് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകും. വ്യാപാരികളെ കേന്ദ്രീകരിച്ചായിരിക്കും പ്രഖ്യാപനങ്ങൾ. രാജ്യത്ത് ഡിജിറ്റൽ ഇടപാട് പ്രോത്സാഹിപ്പിക്കുന്നതിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രൂപീകരിച്ച മുഖ്യമന്ത്രിമാരുടെ ഉപസമിതി
കഴിഞ്ഞ ദിവസം ധനകാര്യ മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. പുതിയ ഈ ഡെവലപ്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും RBIയുടെ ഭാഗത്തുനിന്നും നടന്നുകൊണ്ടിരിക്കുന്നത് USSD എന്ന് പറഞ്ഞ ടെക്നോളജി കൊണ്ടുവരിക എന്നുള്ളതാണ്. മൊബൈൽ ഫോണിൽ കൂടെ പേയ്മെൻറ്റും റെസീറ്റും നടത്താനായിട്ട് ഈ USSD ടെക്നോളജി വാലറ്റിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ സ്മാർട്ട് ഫോൺ വേണ്ട. സാധാരണ ഒരു ഫോൺ, ഏറ്റവും സാധാ ഫോൺ മതി നമുക്ക് മൊബൈലിൽ കൂടെ പൈസ റിസീവ് ചെയ്യാനും പൈസ പേ ചെയ്യാനും. 92 വർഷം പഴക്കമുള്ള റെയിൽവേ ബജറ്റ് കഴിഞ്ഞ വർഷം മുതലാണ് മോദി സർക്കാർ നിർത്തലാക്കിയത്. നോട്ട് സാധുവാക്കലിനെ തുടർന്ന് രാജ്യത്തിന്റെ വളർച്ച 1% കുറയുമെന്നാണ് പ്രവചനം. ഈ സാഹചര്യത്തിൽ നിക്ഷേപം വർദ്ധിപ്പിച്ച് തൊഴിലവസരം ഉറപ്പുവരുത്തി രാജ്യത്തിന്റെ വളർച്ച നിലനിർത്തുകയെന്ന ഭാരിച്ച ഉത്തരവാദിത്വമാണ് ധനമന്ത്രിയായ അരുൺ ജെയ്റ്റ്ലിക്ക് മുന്നിലുള്ളത്. നോട്ട് സാധുവാക്കലിനെ തുടർന്ന് രാജ്യത്തിന്റെ വളർച്ച 1% കുറയുമെന്നാണ് പ്രവചനം. ഈ സാഹചര്യത്തിൽ നിക്ഷേപം വർദ്ധിപ്പിച്ച് തൊഴിലവസരം ഉറപ്പുവരുത്തി രാജ്യത്തിന്റെ വളർച്ച നിലനിർത്തുകയെന്ന ഭാരിച്ച ഉത്തരവാദിത്വമാണ് ധനമന്ത്രിയായ അരുൺ ജെയ്റ്റ്ലിക്ക് മുന്നിലുള്ളത്. ചെറുകിട സംരംഭകർക്ക് ധനസഹായം നൽകാൻ ലക്ഷ്യമിട്ട് തുടങ്ങിയ പദ്ധതിയാണ് മുദ്ര ബാങ്ക്. മുദ്ര ബാങ്കിന്റെ CEO ജിജി മാമനാണ് ഇന്ന് മണിയൈക്കണിൽ. സാധാരണ മുദ്ര ബാങ്ക് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. മുദ്ര എന്ന് പറയുന്ന ഒരു ബാങ്കാണോ? മുദ്ര ഒരു ബാങ്കല്ല, അതൊരു നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതായത് ഒരു ബാങ്ക് ആകണമെങ്കിൽ ഒന്നുകിൽ അത് റിസർവ് ബാങ്കിൻ്റെ ലൈസൻസ് വേണം, അങ്ങനെയാണെങ്കിൽ ഒരു റീറ്റെയിൽ ബാങ്കായിട്ട് അത് പ്രവർത്തിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ഒരു പാർലമെൻറ്റിൽ കൂടി ഒരു പ്രത്യേക ബില്ല് വഴി അത് പാസ്സായാലേ അതൊരു പുതിയ ഒരു ബാങ്കായിട്ട് അതിന് രൂപീകരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ രൂപീകരിച്ച ബാങ്കുകളാണ് നബാർഡും സിഡ്ബിയും ഒക്കെ. അപ്പോൾ മുദ്രയും അങ്ങനെ ഒരു ബാങ്കായിട്ട് ചെയ്യണമെന്നായിരുന്നു ഗവൺമെൻറ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ പരിപാടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു മുഴുവനായി. ധാരാളം ഫൈനാൻസ് സഹായം, സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങൾ നമുക്ക് ഇന്ത്യയിൽ ഒട്ടാകെയുണ്ട്. പിന്നെ മുദ്ര എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ ആവശ്യകത എന്താണ്? ഇത് നേരിട്ട് വായ്പ കൊടുക്കുന്ന ഒരു സ്ഥാപനമല്ല, ഇത് റീറ്റെയിൽ ലെൻഡിങ് അല്ല ചെയ്യുന്നത്. ഇതിനെ മറ്റുള്ള ബാങ്കുകളെയും മറ്റുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഏകോപിപ്പിച്ച് ഈ പരിപാടിയിൽ വായ്പകൾ ലഭ്യമാക്കാനുള്ള ഒരു സംരംഭമാണ് മുദ്രയുടേത്. അപ്പോൾ മുദ്ര ഉള്ളതുകൊണ്ട് മുദ്രയുടെ പ്രവർത്തനത്താൽ മറ്റുള്ള ബാങ്കുകൾക്കും മറ്റുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് NBFCs അല്ലെങ്കിൽ മൈക്രോ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയുള്ളവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും അവർക്ക് വേണമെങ്കിൽ റീഫൈനാൻസ് സപ്പോർട്ട് കൊടുക്കാനും ക്രെഡിറ്റ് ഗ്യാരണ്ടി സപ്പോർട്ട് കൊടുക്കാനും ഒക്കെയുള്ള ഒരു സംവിധാനം മുദ്രയിലുള്ളതുകൊണ്ട് കൂടുതൽ വായ്പ കൊടുക്കാനായിട്ടുള്ള ഒരു മൊമെൻറ്റം ഇതുവഴി സാധിക്കുന്നുണ്ട്. ചെറിയ വായ്പകളാണോ മുദ്ര നൽകുന്നത്? തീർച്ചയായിട്ടും ഇത് വായ്പയുടെ തുക 10 ലക്ഷം വരെ അത് സീമിപ്പെടുത്തിയിട്ടുണ്ട്. 10 ലക്ഷത്തിൽ തന്നെ 3 തരത്തിലുള്ള വായ്പകളാണ്. ഒന്ന് 50,000 വരെ ഉള്ളതിന് ശിശു ലോൺ നിന്നും, 50,000 മുതൽ 5 ലക്ഷം വരെ ഉള്ളതിന് കിഷോറിൽ നിന്നും, 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ഉള്ളതിന് തരുൺ ലോൺ എന്നുള്ള രീതിയിൽ സീമപ്പെടുത്തിയിരിക്കുന്ന ഒരു ചെറിയ വായ്പാ പദ്ധതിയാണ്. ഇപ്പോൾ ഈ ചെറുകിട സംരംഭകർക്കാണ് നമ്മളിത് നൽകാൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ക്രൈറ്റീരിയ, ഈ എന്തെങ്കിലും മാനദണ്ഡങ്ങൾ ഈ ലോണിന് അപേക്ഷിക്കുന്നവർക്കുണ്ടോ? ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഇതൊരു ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റി ആയിരിക്കണം. ഇതിൽ നിന്ന് പ്രത്യുൽപാദനപരമായിട്ടുള്ള പരിപാടികൾക്ക് മാത്രമേ വായ്പ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. കൂടുതലായിട്ട് കൃഷി ഇതര സംരംഭങ്ങളാണ് തുടക്കത്തിൽ ഇതിന് ഉദ്ദേശിച്ചെങ്കിലും ഈ വർഷം മുതൽ കൃഷി ഇടപാടുകളിലുള്ള കൃഷിയുമായിട്ടുള്ള ബന്ധപ്പെട്ട അലൈഡ് ആക്ടിവിറ്റീസ്, അതായത് പശു വളർത്തൽ, കോഴി വളർത്തൽ, അങ്ങനെയുള്ള അലൈഡ് ആക്ടിവിറ്റീസും മുദ്രയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. ഇപ്പം 10 ലക്ഷം വരെ, പരമാവധി 10 ലക്ഷം വരെ 10 ലക്ഷം വരെയാണ് പരമാവധി വായ്പ കൊടുക്കാൻ പറ്റുന്നത്. മുദ്രയുടെ സഹായം കിട്ടാൻ നമ്മുടെ നാട്ടിലൊരു സാധാരണക്കാരനായ ഒരു ആൾ എന്താണ് ചെയ്യേണ്ടത്? മറ്റുള്ള സ്ഥാപനങ്ങൾക്ക്, അതായത് ബാങ്കിങ് സ്ഥാപനങ്ങൾക്ക്, നോൺ ബാങ്കിങ് സ്ഥാപനങ്ങൾക്ക്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ ഉപയോഗിച്ചാണ് വായ്പ ആൾക്കാരിൽ എത്തിക്കുന്നത്. അപ്പോൾ ഒരാൾക്കിപ്പോൾ വായ്പ ആവശ്യമുണ്ടെങ്കിൽ അവരുടെ അടുത്തുള്ള ഏതെങ്കിലും ബാങ്കിൽ ചെന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള വായ്പ ആപ്ലിക്കേഷൻ കൊടുക്കുകയും അതിന് വേണ്ടുന്ന മറ്റ് ഡോക്യുമെൻറ്റ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വായ്പ ബാങ്ക് അത് പരിശോധിച്ച് അതനുസരിച്ച് വായ്പ കൊടുക്കുന്നതായിരിക്കും. വ്യക്തികൾക്കാണോ അല്ലെങ്കിൽ സംഘമായിട്ടാണോ കൊടുക്കുന്നത്? ഇത് വ്യക്തികൾക്ക് കൊടുക്കാം, സംഘമായിട്ടും കൊടുക്കാം. സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ്, കമ്പനി, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കും കൊടുക്കാൻ പറ്റും. പക്ഷേ ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ അതിന് എല്ലാവരും കൂടി ചേർന്നൊരു പരിപാടി നടത്തുവാണെങ്കിൽ സാധിക്കും. പൊതുമേഖലാ ബാങ്കുകളെയാണ് സമീപിക്കേണ്ടത് സാധാരണക്കാരൻ. പൊതുമേഖലാ ബാങ്കുകളുണ്ട്, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുണ്ട്, റീജിയണൽ റൂറൽ ബാങ്കുകളുണ്ട്.
ഈവൻ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് വേണമെങ്കിലും ഇതിനകത്ത് ഉൾപ്പെടുത്തി വായ്പ കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ പലിശ നിരക്ക് എങ്ങനെയാണ്? മുദ്രയുടെ റീഫൈനാൻസ് എടുത്തിട്ട് മുദ്രയിൽ നിന്ന് റീഫൈനാൻസ് എടുത്തിട്ട് വായ്പ കൊടുക്കുകയാണെങ്കിൽ ബാങ്കുകൾ അവരുടെ ബേസ് റേറ്റിൽ കൂടുതൽ വാങ്ങിക്കാൻ സാധിക്കില്ല. അപ്പോൾ ബേസ് റേറ്റിൽ കൊടുക്കുന്ന വായ്പകൾക്ക് മാത്രമേ മുദ്രയുടെ റീഫൈനാൻസ് കിട്ടത്തുള്ളൂ. അതല്ല, ഒരു ബാങ്ക് റീഫൈനാൻസ് എടുക്കാതാണ് വായ്പ കൊടുക്കുന്നതെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനൊരു പരിധിയൊന്നും പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുദ്രയുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായ്പയുടെ ലഭ്യതയാണ്. അതോടൊപ്പം തന്നെ റീഫൈനാൻസ് വഴി അതിൻ്റെ അഫോർഡബിലിറ്റി, അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാനുള്ള പരിപാടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. സാധാരണ ഈ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്ന ഒരാൾ പലപ്പോഴും ചെന്നപ്പെടുന്നത് വലിയ കൊള്ളപ്പലിശ വാങ്ങുന്ന പലിശക്കാരൻ്റെ കയ്യിലായിരിക്കും. ഇത്തരത്തിലുള്ള പലിശക്കാരെ ഒഴിവാക്കി സാധാരണ ജനങ്ങൾക്ക് സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഒരവസരം സൃഷ്ടിക്കുകയാണ് മുദ്രയുടെ കേന്ദ്ര സർക്കാർ. തീർച്ചയായിട്ടും അതാണ് അതിൻ്റെ ഉദ്ദേശം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2013 NSSOയുടെ സർവേ നോക്കിക്കഴിഞ്ഞാൽ സർവേ പ്രകാരം ഏകദേശം 5.8 കോടി ചെറിയ സംരംഭങ്ങൾ ഇന്ത്യയിൽ ഉള്ളത്. അതിൽ ഏകദേശം 95% ഇങ്ങനെയുള്ള മറ്റ് വായ്പാ സ്രോതസ്സുകളിൽ നിന്ന് വായ്പ എടുക്കുന്ന ഒരു രീതിയാണ് കണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വായ്പ ലഭ്യമാക്കുക എന്നുള്ള, അതായത് ഒരു ഫോർമൽ ക്രെഡിറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി വായ്പ ലഭ്യമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്താലാണ് മുദ്ര തുടങ്ങിയതും മുദ്രയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിൽ നിന്ന് കൂടുതൽ അപേക്ഷകർ മുദ്രയ്ക്കുണ്ടായിരുന്നു. മൊത്തത്തിൽ ഏകദേശം 1.33 ലക്ഷം കോടി രൂപയുടെ വായ്പ നൽകിയിരുന്നു. അതിൽ ഏകദേശം 4500-5000 കോടിയോളം കേരളത്തിൽ വായ്പ. കേന്ദ്ര സർക്കാരിൻ്റെ വളരെ ഗുണകരമായൊരു പദ്ധതിയാണ് ഈ മുദ്രാ ബാങ്ക്. നമ്മൾ ഇത്രയും സംസാരിച്ചപ്പോൾ മനസ്സിലായത്. സാധാരണക്കാർക്ക് ഇതിൻ്റെ ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ എന്താണ് ചെയ്യേണ്ടത്? മുദ്രയുടെ തന്നെ വെബ്സൈറ്റുകളുണ്ട്. അപ്പം മുദ്രയുടെ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ പറ്റും. ഇതുകൂടാതെ തന്നെ മുദ്ര ഒരു സിഡ്ബിയുടെ ഒരു സബ്സിഡറി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ സിഡ്ബിയുടെ എല്ലാ ഓഫീസുകളിലും ഏകദേശം 94 ഓഫീസുകൾ സിഡ്ബിയുടെ വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. അപ്പോൾ ഈ 94 ഓഫീസുകളിലും ഓരോ ഓഫീസർമാർ മുദ്ര നോഡൽ ഓഫീസർമാരായിട്ട് നാമകരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കാവുന്നതാണ്. ഇതുകൂടാതെ എല്ലാ ബാങ്കുകളിലും ഇതിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ബാങ്കുകളിലും ഒരു മുദ്ര നോഡൽ ഓഫീസർ, സീനിയർ ലെവലിൽ ജനറൽ മാനേജർ ലെവലിലൊരു നോഡൽ ഓഫീസറുണ്ട്. അതുകൂടാതെ താഴേക്കടയിലാണെങ്കിലും സീനിയർ സോണൽ ഓഫീസ് ലെവലിലായാലും ബ്രാഞ്ചിൽ പോലും ഒരാളെ മുദ്രയ്ക്ക് വേണ്ടി ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവഴിയൊക്കെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പുതിയ ഒരു പോർട്ടൽ, ഒരു വെബ്സൈറ്റ് സിഡ്ബി മുദ്രയും കൂടെ ചേർന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് udyamimitra.in www.udyamimitra.in. ഈ പോർട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു വായ്പാക്കാരന് അവൻ്റെ ആപ്ലിക്കേഷൻസ് കൊടുക്കാനും ആപ്ലിക്കേഷൻസ് അതുവഴി സബ്മിറ്റ് ചെയ്യാനും അത് മുഖേന വായ്പ ലഭിക്കാനും വായ്പ കൂടാതെ തന്നെ ഈ വ്യക്തിക്ക് സംരംഭത്തിന് വിജയകരമായിട്ടുള്ള എന്തെല്ലാം ഫെസിലിറ്റേഷൻസ്, എന്തെല്ലാം സപ്പോർട്ടിംഗ് സർവീസ് ആവശ്യമുണ്ടോ അതൊക്കെ ലഭ്യമാക്കുന്ന ഒരു പോർട്ടലാണ് ഈ ഉദ്യമിമിത്ര പോർട്ടൽ. അപ്പോൾ ഈ ഉദ്യമിമിത്ര പോർട്ടൽ വഴിയും ഒരു വ്യക്തിക്ക് ഒരു ബാങ്കുമായിട്ട് ബന്ധപ്പെടുകയും അവരുടെ ലോൺ എടുക്കാനായിട്ട് അതിനുവേണ്ടി ശ്രമിക്കാവുന്നതാണ്. വളരെയധികം നന്ദി. താങ്ക് യു. ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം സിയാലിൽ ഒരുങ്ങുന്നു പുതിയ T3 ടവർ.